അനുഭവങ്ങളിലൂടെയുള്ള യാത്ര കൂടിയായിരുന്നു അന്താരാഷ്ട്ര അക്ഷരോത്സവം. പ്രിയ സുഹൃത്തിനെ ഓർത്തെടുക്കുന്നു സത്യനന്ദിക്കാട്. വാക്കുകൾക്കിടയിലൂടെ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസൻ. ശ്രീനി ഉണ്ടായിരുന്ന കാലത്തെ ഒപ്പം നടന്ന സുഹൃത്ത് ഓർത്തെടുത്ത് പറയുമ്പോൾ ആളുകൾ എങ്ങനെ കേൾക്കാതിരിക്കും? ഞാൻ ശ്രീനിയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ശ്രീനി പറഞ്ഞു, മദ്രാസിലെ കോടമ്പകത്ത് റാം തിയേറ്റർ എന്ന് തിയേറ്റർ ഉണ്ടായിരുന്നു അന്ന്. അതിനടുത്തായിരുന്നു ശ്രീനി താമസിച്ചിരുന്നത്. അപ്പോൾ ഏതോ സുഹൃത്തിനോട് കൂടിയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ച് ഒരു സിഗരറ്റും പുകച്ച് ഒരു കടയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ എതിർവശത്തെ ബസ് സ്റ്റോപ്പിൽ വടപള്ളിയിലേക്കുള്ള 17-ാം നമ്പർ ബസ്സും കാത്ത് മുണ്ടും മലച്ചുകുത്തി മെലിഞ്ഞ് കുറേ മുടിയൊക്കെ ആയിട്ട് ഒരു പയ്യൻ നിൽക്കുന്നുണ്ട് കണ്ടു. അപ്പോൾ ശ്രീനിവാസൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു, അതാണ് സത്യനന്ദിക്കാട്, അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, ഒരു നിമിഷം തരും നിന്നിലേ എന്നുള്ള പാട്ടൊക്കെ എഴുതിയ അയാളാണ്. അപ്പോൾ ശ്രീനി എന്നെ അങ്ങനെ കൗതുകത്തോടു കൂടി നോക്കി നിന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് 21 വയസ്സാണ് പ്രായം. ശ്രീനിവാസന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ പിന്നീട് സിനിമയിൽ പകർത്തിയതും സത്യനന്ദിക്കാട് ഓർത്തെടുത്തു. അപ്പോൾ ശ്രീനിവാസൻ്റെ കയ്യിൽ കാറ് കൊടുത്തിട്ട് അയാൾ ഓടിക്കാൻ പറഞ്ഞു. അയാൾ മുമ്പിലിരിക്കുന്നുണ്ട്. ശ്രീനിവാസൻ ആ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. കാരണം ഇവിടുത്തെ ഒറ്റ പോക്കാണ്. ഒരു ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചില്ല എന്ന രീതി ആകുമ്പോഴേക്കും ഇയാൾ ബ്രേക്ക് ചവിട്ടി, മറ്റേ മാഷ്. അത് കഴിഞ്ഞ് ശ്രീനിവാസനെ വിളിച്ചിട്ടുള്ള തെറികൾ നമുക്ക് പറയാൻ പറ്റില്ല. മുണ്ടം വിവരം എടുക്കാനൊക്കെ ഇത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ, ഞാൻ ഇത്രയും അറിയാമില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെയ്ക്കും പഠിപ്പിച്ചില്ല എന്ന് കോണ്ടമാനം ചെയ്ത. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, നമുക്കിത് മതിയാക്കാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മതിയാക്കണ്ട, നമുക്ക് കുറച്ചല്ല അല്ലല്ല, ഇത് അത്യാവശ്യം സിനിമയിലൊക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനും എഴുതാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു, അത് മതി. പിന്നെ മറ്റൊന്ന്, ഈ തെറി കാട്ട കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങളിനി അത് പാട്ടാക്കാൻ പോകണ്ട. ഞാൻ ഒരിക്കലും പാടില്ല. റൂമിലെത്തിക്കഴിഞ്ഞുകൊണ്ട് മോഹൻലാലിനെ വിളിച്ചു, ജോൺസനെ വിളിച്ചു, വിപിൻ മോഹനെ വിളിച്ച്, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും വിളിച്ച് ഇത് മുഴുവൻ നമ്മൾ പാട്ടാക്കി കഴിഞ്ഞു. ആ സീനിൻ്റെ ഇൻസ്പിറേഷനാണ് തലയണ മന്ത്രം എന്നുള്ള സിനിമയിൽ ശ്രീനിവാസനെ മാമുക്കോയ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. മാമുക്കോയ പറയുന്നുണ്ട്, ഇത്രയും വിവരമില്ലാത്ത ഒരാൾ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ പോളിടെക്നിക്കിലൊക്കെ പഠിച്ചതാണ്, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ചില പാഠങ്ങൾ സത്യനന്ദിക്കാട് പോലും പഠിച്ചത് ശ്രീനിവാസനിൽ നിന്നുമാണ്. സന്ദേശം പോലൊരു സിനിമ ശ്രീനിവാസനല്ലാതെ ആർക്ക് എഴുതാനാകും? പഴഞ്ചൊല്ല് പോലെ മുഴച്ചു നിൽക്കുന്നുണ്ട് ശ്രീനിവാസൻ സംഭാഷണങ്ങൾ. പ്രഥമ ദൃഷ്ട്യാ ഇവർ രണ്ടുപേരും ഇരുചേരിയിലായിരുന്നെങ്കിൽ അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയും പ്രസക്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പറയും അവർ തമ്മിലുള്ള അന്തർധാര. അതാണ് നമുക്ക് അതിനപ്പുറത്തേക്കൊരു കാരണം, ശ്രീനിവാസൻ ഉണ്ടാക്കിയതിനേക്കാൾ അപ്പുറത്തൊരു കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സാധാരണക്കാരന്റെ ജീവിത പരിസരങ്ങളെ പകർത്തി എഴുതിയ ശ്രീനിവാസൻ മലയാളികൾക്ക് ഇന്നും എത്രയോ പ്രിയപ്പെട്ടവൻ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.